ഹായ് എവരിവൺ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ നമ്മൾ നമ്മുടെ വാലന്റൈൻസ് ഡേ സീരീസിൻ്റെ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോർക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാം. ഇത് നമുക്ക് വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല അല്ലാതെയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അതിനായിട്ടൊരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു വൂളൻ ത്രെഡ് എടുത്തിട്ട് അതിന് സെൻറ്ററിൽ ഇതുപോലെ ഇടുക. അതിനുശേഷം വേറെ വുളൻ ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ഫോർക്കിൽ ഇട്ടു, എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പം ഞാനിതൊരു 100 ടൈംസ് ചുറ്റുന്നുണ്ട്. ഇത് എത്ര വലുതായി ചുറ്റുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റി കൊടുക്കുക. 50 ഒക്കെ ആയാലും മതി കേട്ടോ. അതിനുശേഷം ഈ നമ്മൾ നേരത്തെ ഇട്ട വുളൻ ത്രെഡില്ലേ, അത് ഇതുപോലെ എടുക്കുക, ബാക്കിലോട്ട് പിടിക്കുക, എന്നിട്ട് ആ താഴത്തെയും വരുന്ന വുളൻ ത്രെഡുകൾ തമ്മിൽ കെട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടൈറ്റായിട്ട് വലിച്ച് കെട്ടാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമ്മളുടെ ചുറ്റി കൊടുത്ത വുളൻ ത്രെഡിൻ്റെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് എടുത്തതിന് ശേഷം വീണ്ടും അതിനെ നമ്മളുടെ ആ വുളൻ ത്രെഡ് ഉണ്ടല്ലോ, നമ്മളത് കെട്ടാൻ യൂസ് ചെയ്ത് അത് വെച്ചിട്ട് ഒന്നും കൂടെ വലിച്ച് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. എത്ര ടൈറ്റായിട്ട് കെട്ടുന്ന എന്നാലാണ് നമ്മളുടെ വർക്ക് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ, നമുക്കത് പെർഫെക്ഷനും അതുപോലെ തന്നെ നന്നായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ലൂപ്പ് പോലെ 2 സൈഡുകൾ ഉണ്ടാവും, അത് നമ്മളിതുപോലെ കട്ട് ചെയ്യാം. ഓക്കെ, 2 സൈഡിലും നമ്മൾ ഈ ലൂപ്പ് പോലെയുള്ളത് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഒന്ന് കുറച്ച് ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ആക്കുക. അതായത് ഒരു പോംപോമിൻ്റെ ഷേപ്പ് നമ്മൾ ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഒരുപാട് പോംപോമിൻ്റെ നന്നായിട്ട് ആക്കണ്ട, ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആക്കണം. ജസ്റ്റ് കുറച്ചൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്തൊക്കെ നമുക്ക് എടുത്ത് വെക്കണം, നമുക്ക് വേറൊരു ക്രാഫ്റ്റ് അടുത്ത് വരുന്നുണ്ട് അതിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 പോംപോമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 3 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇത് 3 ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒരു പോംപോം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ കുറച്ച് മുകളിൽ വരുന്ന ഭാഗത്ത് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുക. കണ്ടോ, 2 സൈഡിലും ഇങ്ങനെ പിടിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു 1/4 പോർഷനാണ് മുകളിലോട്ട് എടുത്തത്. എന്നിട്ട് അവിടെ ഗ്ലൂ ഇട്ടിട്ട് അടുത്ത പോംപോം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വരണം, അവിടെയും നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്ത പോംപോം നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിന് ശേഷം നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്ത 2 പോംപോമുകളില്ലേ, അതുങ്ങൾ തമ്മിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഇങ്ങനെ കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് വെച്ചൊക്കെ നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇത് നമുക്കൊരു ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കാം. കണ്ടോ, ഇപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പ് ആക്കുക. അപ്പോൾ ഹാർട്ട് ഷേപ്പ് ആക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഹാർട്ടാക്കിയാൽ മതി. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ ഹാർട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ഷേപ്പ് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അതുപോലെ തന്നെ മുകളിലും താഴെയും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു വൂൾ എടുത്തിട്ടുണ്ട്, ഒരു ത്രെഡ് പോലെ എടുത്തിട്ട് അതിൽ നമ്മളൊരു ബീഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് അതിവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉണങ്ങട്ടെ. ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഒരു ഹാർട്ട് ഷേപ്പ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹാർട്ട് വുളൻ ത്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഇത് നമുക്ക് തന്നെ വേണമെങ്കിൽ ബാഗും ഇടാം, കീ ചെയിനും ഇടാം, നമ്മളുടെ കബോർഡിൻ്റെ കീസിന്, ഡോർ കീമേലൊക്കെ കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള വീഡിയോ ആണ്. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ.